നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? അഡീഷൻ അല്ലേ? അഡീഷൻ അല്ലേ പറഞ്ഞേ? അല്ലേ? സോറി, സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ അല്ലേ പറഞ്ഞേ? വിത്ത് ബോറോയിങ് അല്ലേ? കടം എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചില്ലേ? അതിൽ ആ പേജ് നമ്പർ 100 എക്സൈസ് 3.5 നമ്മൾ ചെയ്തില്ലേ? എല്ലാം ചെയ്തില്ലേ? 3.5 എ ചെയ്തു. ബി ചെയ്യാനുണ്ടല്ലേ? ബി ചെയ്യാനില്ലേ? നമുക്കിപ്പോ ചെയ്താലോ? എല്ലാരും നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്ക് എടുക്ക. അപ്പൊ മിസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തോ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 85 minus 56. 85 minus 56. അപ്പൊ എല്ലാരും നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതാ. എങ്ങനെ എഴുതണ്ടേ? ഫസ്റ്റ് വൺ 85 minus 56. മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതിക്കോട്ടോ. 85 minus 56. 5ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8ൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് കടം എടുത്തു. അപ്പൊ ഈ 5ന് പകരം ഇവിടെ 15 ആയി അല്ലേ? 5ന് പകരം 15 ആയി. 8ന് പകരം 7 ആയി. ഒരു 10 കടം എടുത്തില്ലേ? സോ ഇവിടെ 7 ആയി. 5ന് പകരം 15 ആയി. ഇനി 15ന് 6 മൈനസ് ചെയ്താൽ എത്രയാ? 15 മൈനസ് 6. 6നോട് എത്ര ആഡ് ചെയ്താലാണ് 15 കിട്ടുന്നത് നോക്കാം. 6നോട് എത്ര ആഡ് ചെയ്താലാണ് 15 കിട്ടുക? 6 കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൗണ്ട് ചെയ്യാം. 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 6നോട് 9 ആഡ് ചെയ്താൽ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ 15ന് 6 മൈനസ് ചെയ്താല് 9 കിട്ടും. ഇനി ബാക്കി 10ന്റെ പ്ലേസിൽ 7 ഉണ്ട്. 7ന് 5 മൈനസ് ചെയ്താൽ എത്രയാ? 7 മൈനസ് 5 is 2. അപ്പൊ എത്രയാ? 85 മൈനസ് 56 is equal to 85 minus 56 is equal to 29. 29 കിട്ടും. കിട്ടിയല്ലോ? ചെയ്തില്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്രയാ? സെക്കൻഡ് വൺ 93 minus 57. 93 minus 57. 93 minus 57. 3ൽ നിന്ന് നമുക്ക് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 9ൽ നിന്ന് ഒരു 10 നമ്മൾ ബോറോ ചെയ്യും. അങ്ങനെയാകുമ്പോ 3ന്റെ പ്ലേസിൽ എത്ര വരും? ഒരു 10 ബോറോ ചെയ്താൽ ഇവിടെ 13 വന്നു. 9 ഒരു 10 കൊടുക്കുമ്പോ ഇവിടെ എത്ര 10 ഉണ്ട്? ബാക്കി 8 10s ഉണ്ട് അല്ലേ? 13ന് 7 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 7നോട് എത്ര ആഡ് ചെയ്താലാണ് 13 കിട്ടുന്നത് നോക്കുക. 7 കഴിഞ്ഞ് 8, 9, 10, 11, 12, 13.
7നോട് 6 ആഡ് ചെയ്താലാണ് 13 കിട്ടുന്നത്. സോ 13 minus 7 is equal to 6. ഇനി നമ്മുടെ ഈ ഒരു 10 കൊടുത്തതിന് ശേഷം ബാക്കി ഇവിടെ 8 tens ഉണ്ട്. ആ 8 tensൽ നിന്ന് 5 മൈനസ് ചെയ്താൽ we get 3. So the final answer is 36. അതായത് 93 minus 57 is equal to 36. എന്താ ഷിഹാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് ഇപ്പൊ എന്റെ ക്ലാസ് കണ്ടിന്യൂ ആയത്. ഇപ്പൊ മിസ് എത്രാമത്തെ പേജ്? മിസ് എത്രാമത്തെ പേജ്? പേജ് നമ്പർ 100. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ. അതിൽ 2 എണ്ണം നമ്മളിപ്പോ ചെയ്തു. 2 എണ്ണം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി തേർഡ് വൺ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ 70 minus 25. 70 minus 25. ഇവിടെ നമുക്ക് വൺസിന്റെ പ്ലേസിൽ 70ൽ 0 അല്ല വരണേ അല്ലെ? 0ൽ നിന്ന് നമുക്ക് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 10 7 നിന്ന് നമ്മൾ ബോറോ ചെയ്യും. അപ്പൊ 0ന്റെ പ്ലേസിൽ എത്രയാവും? ഒരു 10 നമ്മൾ ഇങ്ങോട്ട് മേടിച്ചാല് ഇവിടെ 0 1s അല്ലേ? അപ്പൊ ഒരു 10 നമ്മൾ ഇങ്ങോട്ട് മേടിച്ചു. അപ്പൊ ഇവിടെ എത്രയായി? 10 ആയി. 7ൽ നിന്ന് 1 കൊടുക്കുമ്പോ ഇവിടെ ബാക്കി 6 tens ആയി അല്ലെ? ഇനി 10ൽ നിന്ന് 5 മൈനസ് ചെയ്താല് 5. അത് കഴിഞ്ഞ് 6ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാ? 6 minus 2 4. Then we get the final answer as 45. That is 70 minus 25 is equal to 45. മനസ്സിലായോ? Yes. Next, fourth one. Fourth one, 53 minus 29. 53 minus 29. നമുക്ക് ഇവിടെ വൺസിന്റെ പ്ലേസിൽ 3ഉം 9ഉം ആണ് വരുന്നത്. 3ൽ നിന്ന് നമുക്ക് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. So we take a 10 from 5. Then here 13 and at 10's place it is 4. 10 ഇങ്ങോട്ട് കടമെടുത്താല് 10 വൺസിന്റെ പ്ലേസിൽ എന്താവും? 13 ആവും. 10ന്റെ പ്ലേസിൽ 4 ആവും. ഇനി 13ൽ നിന്ന് 9 മൈനസ് ചെയ്യാം. 9നോട് എത്ര ആഡ് ചെയ്താലാണ് 13 കിട്ടുമോ നോക്കുക. 9 കഴിഞ്ഞ് 10 11 12 13. അപ്പൊ 9നോട് കൂടി 4 ആഡ് ചെയ്താലാണ് നമുക്ക് 13 കിട്ടുന്നത് അല്ലെ? അപ്പൊ 13 minus 9 is equal to 4 and 4 minus 2 is equal to 2. So 53 minus 29 is equal to 24. (53 minus 29 is equal to 24. Next, fifth one. 82 minus 35. 82 minus 35. നമുക്ക് എന്താ ചെയ്യണ്ടേ? 2ൽ നിന്ന് 5 മൈനസ് ചെയ്യണം. That is impossible. So we take 1 10 from 8. 8ൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ 2ന് പകരം എന്താവും? 12 എന്ന് കിട്ടും. 8ൽ നിന്ന് ഒരു 10 കൊടുക്കുന്നതുകൊണ്ട് 8ന് പകരം 7 കിട്ടി.
അപ്പൊ 12ൽ നിന്ന് 5 മൈനസ് ചെയ്യുക. 12ൽ നിന്ന് 5 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാല് 5നോട് എത്ര കൂട്ടിയാലാണ് 12 കിട്ടുന്നതെന്ന് നോക്കാം. 5 കഴിഞ്ഞിട്ട് 6, 7, 8, 9, 10, 11, 12. 5നോട് 7 ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 12 കിട്ടുന്നത്. സോ 12 മൈനസ് 5 ഈസ് ഈക്വൽ ടു 7. 12 minus 5 is equal to 7. ഇനി 7 minus 3 is equal to 7 3 minus ചെയ്താല് 4. Then the final answer is 47. എത്ര? 82 minus 35 is equal to 47. Next, sixth one. 98 minus 49. 98 minus 49. നമുക്ക് 8ൽ നിന്ന് 9 മൈനസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? 9ൽ നിന്ന് ഒരു 10 ബോറോ ചെയ്യും. അപ്പൊ 8ന്റെ പ്ലേസിൽ 18 ആയി. 9ന്റെ പ്ലേസിൽ എത്രയായി? ഒരു 10 കൊടുത്തതുകൊണ്ട് 8 ആയി. അപ്പോ 18 മൈനസ് 9 ഈസ് ഈക്വൽ ടു 9നോട് എത്ര ആഡ് ചെയ്താലാണ് 18 കിട്ടുന്നത് നോക്കുക. 9 കഴിഞ്ഞിട്ട് 10, 11, 12, 13, 14, 15, 16, 17, 18. 9നോട് 9 ആഡ് ചെയ്താലാണ് നമുക്ക് 18 കിട്ടുന്നത്. അപ്പൊ 18 മൈനസ് 9 ഈസ് ഈക്വൽ ടു 9. Then here 8 minus 4. 8ൽ നിന്ന് 4 മൈനസ് ചെയ്ത് നമുക്ക് again 4 കിട്ടും. So 98 minus 49 is equal to 49. 98ൽ നിന്ന് 49 മൈനസ് ചെയ്ത് നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? 49 തന്നെ കിട്ടും. കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? കംപ്ലീറ്റ് ചെയ്തോ? യെസ്. ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തു നോക്കട്ടെ. പെട്ടെന്ന് എഴുതിക്കോ ഈ ലാസ്റ്റ് 3 എണ്ണം. എഴുതിക്കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? സബ്ട്രാക്ട് ചെയ്യാൻ, ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ എല്ലാരും ക്ലിയർ ആയിട്ട് പഠിച്ചു. പഠിച്ചില്ലേ? Okay, next we have to study the relation between addition and subtraction. Additionും subtractionും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് പഠിക്കണം. ഒരു റിലേഷൻ മിസ് പറഞ്ഞുതരാം. എന്താ അറിയോ? Subtraction is the reverse process of addition. അത് നിങ്ങൾ അതേപോലെ ഓർമ്മിച്ചു വെക്കുക. Subtraction is the reverse process of addition. എല്ലാവരും നോട്ട് ഒന്ന് എടുത്തേ. നോട്ടിൽ മിസ് പറയുന്നത് പോലെ എഴുതിക്കും. മിസ് എഴുതി തരുന്നത് പോലെ നോട്ടിൽ എഴുതിക്കും. എടുത്തോ? ആദ്യം ആ ഹെഡിങ് അങ്ങ് എഴുതി വെക്ക. എന്താ എഴുതണ്ടേ? സ്ക്രീനിൽ നോക്കി എഴുതിക്കോട്ടോ. മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതണേ. Relation between addition and subtraction.
പതുക്കെ എഴുതിയാൽ മതി, തിരക്കൊന്നുമില്ല. എല്ലാരും മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ addition and subtraction. Relation between addition and subtraction. എന്നിട്ട് അതിന്റെ താഴെ എഴുതുക subtraction is the reverse process of addition. Subtraction is the reverse process of addition. അത്ര എല്ലാവരും ഒന്ന് പെട്ടെന്ന് എഴുതിയേ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഡയഗ്രാം കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 101. പേജ് നമ്പർ 101. അതിൽ കുറച്ച് ഗേൾസ് നിൽക്കുന്ന ഒരു ഡയഗ്രാം കണ്ടോ? കണ്ടില്ലേ? അതില് കുറച്ച് ഗേൾസ് ഗ്രീൻ കളർ ഡ്രസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗേൾസ് ബ്ലൂ കളർ ഡ്രസ് ഇട്ടിട്ടുണ്ട് അല്ലെ? ആദ്യത്തെ ആ സ്ക്വയറിനകത്തുള്ള ഗേൾസ് നോക്കിയേ. കുറച്ച് ഗേൾസ് ഗ്രീൻ കളർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗേൾസ് ബ്ലൂ കളർ ഇട്ടിട്ടുണ്ട്. ഗ്രീൻ കളർ ഡ്രസ് ഇട്ട് എത്ര ഗേൾസ് ഉണ്ട്? എന്നെ നോക്കിയേ. ഗ്രീൻ കളർ ഡ്രസ് ഇട്ട് എത്ര ഗേൾസ് ഉണ്ട്? എത്രയുണ്ടോ എന്ന് എല്ലാരും ഫിംഗേഴ്സ് വെച്ച് കാണിച്ചു തന്നെ. ഗ്രീൻ കളർ 8 ഗേൾസ് ഉണ്ട് അല്ലേ? ഇനി ബ്ലൂ കളർ ഡ്രസ് ഇട്ട് എത്ര ഗേൾസ് ഉണ്ട്? ഒന്ന് എന്നെ നോക്കിയേ. 1 2 3 4 5 6 ഗേൾസ് ഉണ്ട്. അപ്പൊ ഗ്രീൻ കളർ ഡ്രസ് ഇട്ട 8 ഗേൾസും ബ്ലൂ കളർ ഡ്രസ് ഇട്ട് 6 ഗേൾസും ഉണ്ട് അല്ലെ? ടോട്ടൽ എത്ര ഗേൾസ് ആ നോക്കിയോ? ഒന്ന് എന്നെ നോക്കിയേ. ടോട്ടൽ ഗേൾസിന്റെ എണ്ണം ആ കോളത്തിനകത്ത് ടോട്ടൽ എത്ര പെൺകുട്ടികളുണ്ട് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. That means green color ഇട്ട 8 ഗേൾസും ബ്ലൂ കളർ ഇട്ട 6 ഗേൾസും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര ഗേൾസ് ഉണ്ട്? 14 ഗേൾസ് ഉണ്ട് അല്ലേ? That means 8 plus 6 is equal to 14. 8 plus 6 is equal to 14. ടോട്ടൽ അവിടെ 14 ഗേൾസ് ഉണ്ട്. ആ 14 ഗേൾസിൽ നിന്ന് നമ്മള് ആ ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ അങ്ങ് മാറ്റി നിർത്തി. ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ അങ്ങ് മാറ്റി നിർത്തിയാല് ബാക്കി എത്ര ഗേൾസ് ഉണ്ട്? ആ ആദ്യത്തെ പിക്ചറിൽ ആ 6 കളർ ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ ഒന്ന് വിരൽ കൊണ്ട് മറച്ചു പിടിച്ചു നോക്കിയേ. ഇങ്ങനെ ആദ്യത്തെ പിക്ചറില് ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ വിരലിനെ കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു. ബാക്കി എത്ര ഗേൾസ് ഉണ്ടോന്ന് തന്നെ നോക്കിയേ. 1 2 3 4 5 6 7 8. അതായത് 14 ഗേൾസിൽ നിന്ന് നമ്മൾ 6 ഗേൾസിനെ മാറ്റിയാല് എത്ര കിട്ടും? 8 കിട്ടും. 14 minus 6 is equal to 8. ഇനി മിസ് എഴുതുന്നത് ആരും നോട്ടിൽ എഴുതണ്ട കേട്ടോ. മിസ് പറയുമ്പോ എഴുതിയാ മതിയേ. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഗ്രീൻ കളർ ഡ്രസ് ഇട്ട 8 ഗേൾസ് ഉണ്ട് അല്ലെ? ഗ്രീൻ കളർ ഡ്രസ് ഇട്ട 8 ഗേൾസ് ഉണ്ട്.
അതിനോടുകൂടി ബ്ലൂ കളർ ഡ്രസ് ഇട്ട് എത്ര ഗേൾസ് ഉണ്ട്? 6 ഗേൾസ് ഉണ്ട്. ബ്ലൂ കളർ ഡ്രസ് ഇട്ട് 6 ഗേൾസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 8 ഗ്രീൻ കളറും 6 ബ്ലൂ കളറും കൂടിയാൽ ടോട്ടൽ 14 ഗേൾസ് ആയി ആണല്ലോ. ഇനി ഈ 14 ഗേൾസിൽ നിന്ന് ടോട്ടൽ 14 ഗേൾസിൽ നിന്ന് നമ്മള് ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ അങ്ങ് മാറ്റി നിർത്തുന്നു. ബ്ലൂ കളർ ഡ്രസ് ഇട്ട 6 ഗേൾസിനെ അങ്ങ് മാറ്റി നിർത്തിയാല് ബാക്കി എത്ര ഗേൾസ് ഉണ്ട് അവിടെ? എത്ര ഗേൾസ് ഉണ്ട്? 8 ഗേൾസ് ഉണ്ട് അല്ലേ? ഇനി നമ്മള് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഈ ടോട്ടൽ 14 ഗേൾസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്രീൻ കളർ ഡ്രസ് ഇട്ട 8 ഗേൾസിനെ അങ്ങ് മാറ്റി നിർത്തിയാല് ബാക്കി അവിടെ എത്ര ഉണ്ടാവും? ആ ഫസ്റ്റ് ചിത്രത്തില് ഫസ്റ്റത്തെ ഡയഗ്രത്തില് ആ ഗ്രീൻ കളർ ഡ്രസ് ഇട്ട 8 ഗേൾസിനെ ഒന്ന് വിരലുകൊണ്ട് മറച്ചു പിടിച്ചു നോക്കിയേ. ബാക്കി എത്ര ഗേൾസ് ഉണ്ട്? 6 ഗേൾസ് ഉണ്ട് അല്ലേ? 6 ഗേൾസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നേ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ടോട്ടൽ ഉള്ള 14 ടോട്ടൽ ഗേൾസിന്റെ എണ്ണം 14 അല്ലേ? ഈ 14ൽ നിന്ന് നമ്മൾ ആദ്യം 6 മൈനസ് ചെയ്താല് നമുക്ക് ഏതാ ആൻസർ കിട്ടുന്നേ? ദാ ഈ 8 അല്ലേ കിട്ടുക? 8 അല്ലേ കിട്ടുന്നേ? 14ൽ നിന്ന് നമ്മൾ 6 മൈനസ് ചെയ്താല് ഈ 8 അല്ലേ കിട്ടുന്നേ? അതേപോലെ ഈ 14ൽ നിന്ന് ഈ 8 നമ്മൾ മൈനസ് ചെയ്തു. 8 നമ്മൾ മൈനസ് ചെയ്താല് 8നോട് നമ്മൾ ആഡ് ചെയ്യുന്ന 6 അല്ലേ നമുക്ക് ആൻസർ കിട്ടുക അല്ലേ? 14 മൈനസ് 8 is equal to 6. നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് സം കണ്ടുപിടിച്ചാൽ ആ സമ്മിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ ആ രണ്ട് നമ്പേഴ്സിൽ മറ്റേ നമ്പർ ആയിരിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയും? അഡീഷൻ ഫാക്ട് എന്ന് പറയും. എന്ത് പറയും? അഡീഷൻ ഫാക്ട് എന്ന് പറയും. ഇതിനെ രണ്ടിനെയും എന്ത് പറയും? സബ്ട്രാക്ഷൻ ഫാക്ട്സ് എന്ന് പറയും. എന്ത് പറയും? ഇതിനെ രണ്ടിനെയും സബ്ട്രാക്ഷൻ ഫാക്ട്സ് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്താ അറിയോ? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് സമ്മ് കണ്ടുപിടിച്ചാൽ ആ സമ്മിൽ നിന്ന് അതിലേതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്താൽ അതിന്റെ ആൻസർ അതിന്റെ മറ്റേ നമ്പർ ആയിരിക്കും. അങ്ങനെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നേ? അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ എക്സാമ്പിൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്നിന് അതിന്റെ എക്സാമ്പിൾ നോക്കാൻ ടൈമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ടൈം തീരാറായി. ഓക്കെ, അപ്പൊ ഇന്ന് ഹോംവർക്ക് ഒന്നും ഇല്ല കേട്ടോ. ഹോംവർക്ക് ഒന്നും വേണ്ട, ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ.